ഫോട്ടോയിലെ തോമസ് ചെറിയാന്റെ മുഖമാണ് വിമാനാപകടം സംഭവിച്ച് 56 വർഷങ്ങൾക്കിപ്പുറം സഹോദരങ്ങളായ തോമസ് വർഗീസ്, മേരി വർഗീസ് എന്നിവരുടെ മനസ്സിലുള്ളത്. ആയിരത്തി 1968 ഹിമാചലിലെ റോത്തങ് പാസിൽ മഞ്ഞുമലയിൽ AN-12 സൈനിക വിമാനം തകർന്നു വീണപ്പോൾ വിമാനത്തിലുണ്ടായിരുന്ന തോമസ് ചെറിയാന് പ്രായം 22 മാത്രം. സൈന്യത്തിൽ ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു തോമസ് ചെറിയാൻ. 56 വർഷങ്ങൾക്ക് ശേഷം സൈന്യം മഞ്ഞുമലയിൽ നിന്നും തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ ആ വിവരം സൈന്യം അറിയിച്ചപ്പോൾ ആദ്യം അമ്പരപ്പായിരുന്നു സഹോദരങ്ങൾക്ക്. ഒരു ആദ്യം വിഷമമാണ് തോന്നിയത്, കിട്ടി എന്ന സന്തോഷം കൊണ്ടുള്ള ഇത്, പിന്നെ സങ്കടവുമുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടി, ഞങ്ങളുടെ കല്ലറയെ കൊണ്ടുവെക്കാമെന്ന് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ സഹോദരൻ്റെ കൂടെ കൊണ്ടുവെക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷവുമുണ്ട്. വിമാനാപകടം സംഭവിച്ച് തോമസ് ചെറിയാനെ കാണുവാനില്ല എന്ന സന്ദേശം 1968 തന്നെ സൈന്യം കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു. സഹോദരൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും എന്ന നേരിയ പ്രതീക്ഷ സഹോദരങ്ങൾക്കുണ്ടായിരുന്നു. പോയതോർക്കുന്നില്ല. ഈ മരിക്കുന്നതിന് മുമ്പേ ലെറ്റർ സ്കൂളിൽ നിന്ന് ഞാനാണ് കൊണ്ടുവന്നത്. ആദ്യത്തെ പോസ്റ്റിങ് ജോലിക്ക് പോകാനും പറഞ്ഞു ലെറ്റർ കൊണ്ടുവന്നത് ഞാനാണ്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് അങ്ങനെ ടെലഗ്രാം വരും. അത്രയൊക്കെ ഓർമ്മയുണ്ട്. ടെലഗ്രാം വന്നു. മരണപ്പെട്ടെന്നുള്ളത് ഇപ്പോൾ 2003 വന്നൊരു പേപ്പർ അവിടെ ഉണ്ട്. മരിച്ചെന്ന് നമുക്കറിയത്തില്ലല്ലോ, മിസ്സിങ് ആയെന്നേ ഉള്ളൂ. കാണാതായി. ഇത്രയും വിവരമേ കിട്ടിയിട്ടുള്ളൂ. പത്തനംതിട്ട ഇലന്തൂരിലെ വീട്ടിലേക്ക് തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം എത്തിക്കുന്നതും കാത്തിരിക്കുകയാണ് സഹോദരങ്ങൾ. ഇപ്പം വലിയ സങ്കടമാണ് എനിക്കുണ്ടായത്. അതുപോലെ അതിലും വലിയ സന്തോഷമുണ്ടായി. കാരണം ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കിട്ടുമെന്ന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ മനസ്സ് വരും, പണ്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കാണാൻ മഞ്ഞിൽ കിടപ്പുണ്ടെന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. എനിവേ കിട്ടിയപ്പോൾ വലിയ സന്തോഷവും അതുപോലെ ദുഃഖമുണ്ട് പറഞ്ഞതുപോലെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ഇത് ആസ് യൂഷ്വലി എന്തുവാ നമ്മുടെ സഭയുടെ എന്തൊന്നനുസരിച്ച് നടക്കും. ആദ്യം ബോഡി വന്നിട്ട് തീരുമാനിക്കാമെന്നുള്ളതില്ല. ദേവാലയത്തിലെ കുടുംബക്കല്ലറയിൽ സഹോദരന്റെ സംസ്കാര ചടങ്ങ് ഇനി നടത്താൻ കഴിയുമല്ലോ എന്ന ആശ്വാസം കൂടി സഹോദരങ്ങൾക്കുണ്ട്. തോമസ് ചെറിയാന്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഏറെ ആശ്വാസകരമാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.